عليكم ورحمة الله وبركاته. الحمد لله الذي فضل بحكمته بعض الأيام على بعض، كما فضل بعض الأمكنة على بعض، والصلاة والسلام على سيدنا محمد أفضل الأنبياء والرسل، وعلى آله وأصحابه ومن تبعهم إلى يوم الحشر. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. صدق الله العظيم. إنما الأعمال كالوعاء إذا طاب أسفله طاب أعلاه وإذا فسد أسفله فسد أعلاه، أو كما قال رسول الله صلى الله عليه وسلم. خبت نار نفسي باشتعال مفارقي وظلام ليلي إذ أضاع شهابها رأيتي خراب العمر مني فزرتني ومأواك من كل الديار خرابها أنعام عيشا بعد ما هل عارضي طلعي عشيب ليس يغني خضابها إذا اصفر لون المرء وبيض شعره تنغاس من أيامه مستطابها فدع عنك سوءات الأمور فإنها حرام على نفسي التقي ارتقابها. സുന്നി തഹ്ലീൽ മജ്ലിസിലെ പ്രഗത്ഭരായ ഉസ്താദുമാർ, മുതിർന്ന നേതൃത്വങ്ങൾ, ഉമറാക്കൾ, എൻ്റെ വാക്ക് ശ്രവിക്കുന്ന സുന്നി പ്രസ്ഥാന കുടുംബത്തിൻ്റെ സഹോദര സഹോദരികൾ, സുഹൃത്തുക്കൾ, സുന്നി തഹ്ലീൽ മജ്ലിസ് എന്ന ഈ മഹത്തായ ആത്മീയ മജ്ലിസിൽ ഒരൽപ്പം സംസാരിക്കണമെന്നും എൻ്റെ ഉസ്താദും എല്ലാമെല്ലാമായ ബഹുമാനപ്പെട്ട മർഹൂം അഹ്മദ് ബാവ ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു വജമഅന മഅഹു ഫി ജന്നാതിഹി നഈം അവരുകളുടെ മകനും എൻ്റെ ശരീക്കുമായ ബഹുമാനപ്പെട്ട ജലാൽ മദനി ഉസ്താദ് അവറുകൾ എന്നോട് പറഞ്ഞപ്പോൾ ഇത്രയും മഹത്തായ മജ്ലിസിൻ്റെ ഗ്രൂപ്പിൽ ഒരു നസീഹത്ത് പറയാൻ ഈ ഉള്ളവൻ അർഹതയില്ലെങ്കിലും ഇദാ താബ അസുലുൽ മർഇ താബത് ഫുറൂഉഹു എന്നത് മനസ്സിലാക്കി മുറാഅത്തുൽ ആദാബി ഔലാ മിൻ മുറാഅത്തിൽ അഹ്കാം
വിഷയം അവതരിപ്പിക്കാൻ അർഹതയില്ലെങ്കിലും മഹാന്മാരായ ഉസ്താദന്മാരോട് അദബ് കാണിക്കണമെന്ന നിലക്ക് എൻ്റെ അറിവിൽപ്പെട്ട 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അതുൾക്കൊണ്ട് പ്രവർത്തിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നാഫിയായ ഇൽമ് ഏറ്റിത്തന്ന് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്സത്തോടെ ജീവിച്ച് അവസാനം ഈമാൻ സലാമത്തായി മരിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്യുന്നു. സഹോദരങ്ങളെ, പരിശുദ്ധമായ ഹിജ്റ വർഷത്തിൻ്റെ തുടക്കമാണ് മുഹറം മാസം. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ 4 ഹുറും. അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധം ഹറാമാക്കുകയും അല്ലാഹു ആദരിക്കുകയും ബഹുമാനിക്കുകയും പലവിധ അനുഗ്രഹങ്ങൾ ചെയ്ത കൊല്ലത്തിൻ്റെ അവസാനം വരുന്ന ദുൽഹിജ്ജയും ഹിജ്റ വർഷത്തിന് പ്രാരംഭം കുറിക്കുന്ന പരിശുദ്ധ മുഹറവും മാസവുമാണല്ലോ. ഈ സമയത്തിൽ ഒരു പുതിയ ഹിജ്റ വർഷത്തിന് പ്രാരംഭം കുറിക്കുമ്പോൾ ഈ ഹിജ്റ വർഷം നമുക്ക് നൽകുന്ന പാഠമെന്താണ്? ഈ ഹിജ്റ വർഷം നമുക്ക് നൽകുന്ന പാഠം കഴിഞ്ഞുപോയ ഒരു വർഷത്തെ സംബന്ധിച്ച് വിലയിരുത്താനും ഇനി മുന്നിട്ട് വരുന്ന വർഷത്തിലേക്ക് തയ്യാറെടുപ്പ് നടത്താനും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനും ഇത്രയും മഹത്തായ മജ്‌ലിസുകളിൽ സംബന്ധിച്ചുകൊണ്ട് ആത്മീയത നേടാനുള്ള അവസരമാണ് നാം ഉപയോഗപ്പെടുത്തേണ്ടത്. ഇതാണ് ഹിജ്റ വർഷം നമുക്ക് നൽകുന്ന പാഠം. അഫ്ളലുൽ ഹിജ്റത്തി അൻ തഹ്ജുറ മാ കരിഹ റബ്ബുക്. നിന്റെ റബ്ബ് എന്തിനാണോ വെറുക്കുന്നത് ആ റബ്ബ് വെറുത്തതെല്ലാം നീ ഉപേക്ഷിച്ചുകൊണ്ട് നീ നിന്റെ റബ്ബിലേക്ക് അടുക്കാൻ ശ്രമിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആത്മീയത കൈവരിക്കാനും അത് മുഖേന ഇഹപര വിജയം നേടാനും സാധിക്കുന്നത്. അതുതന്നെയാണ് ഇത്രയും മഹത്തായ മാസങ്ങളും ദിവസങ്ങളും നമുക്ക് നൽകുന്ന പാഠം. ഹിജ്രി വർഷത്തിൻ്റെ പ്രാരംഭമായ മുഹറം മാസത്തിന് വലിയ പ്രത്യേകതകളുണ്ട്. ഈ മാസത്തിലാണ് ഒരുപാട് അത്ഭുത സംഭവങ്ങളും അനുഗ്രഹങ്ങളും നടന്നത്. മൂസാ നബി അലൈഹിസ്സലാമിനെ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കപ്പൽ ജൂദി പർവ്വതത്തിൽ കരകയറിയതും യൂനുസ് നബി അലൈഹിസ്സലാം മീനിൻ്റെ പള്ളയിൽ രക്ഷപ്പെട്ടതുമായ മുഹറം മാസത്തിലെ മുഹറം 10ാമത്തെ ദിവസം ആശൂറ ദിവസത്തിലാണ്. അതുകൊണ്ട് തന്നെ വദക്കിർഹും ബി അയ്യാമില്ലാഹ്, അള്ളാഹു അനുഗ്രഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ദിവസങ്ങളെയും മാസങ്ങളെയും
വ്യക്തികളെയും ബഹുമാനിക്കേണ്ടത് മുസ്ലിം സമുദായത്തിൻ്റെ ബാധ്യതയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ ചോദിച്ചു, അയ്യുശുഹൂരി അഫ്ളൽ, റമദാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ മാസമേതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ മറുപടി, ഷഹ്റുല്ലാഹില്ലദീ തദ്ഊനഹുൽ മുഹറം, നിങ്ങൾ വിളിക്കുന്ന അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി നൽകിയിട്ടുണ്ട്. ഇവിടെ ഷഹ്റുല്ലാ, അള്ളാഹുവിൻ്റെ മാസമെന്ന് അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞത് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. തദുല്ലു അലാ ശറഫിഹി വ ഫദ്ലിഹി, ആ മാസത്തിൻ്റെ ശ്രേഷ്ഠതയും ആ മാസത്തിൻ്റെ ബഹുമാന്യതയും അറിയിക്കുന്നു. ഫഅളാഫ ഇലാ നഫ്സിഹി തശ്രീഫൻ ലഹു വ ഇശാറത്തൻ ഇലാ അന്നഹു ഹറമഹു ബിനഫ്സിഹി, ആ മാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കുകയും അള്ളാഹുവിലേക്ക് ചേർത്തി പറയുകയും ചെയ്തു എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഫ്ളലുസ് സിയാമി ബഅദ റമളാന ഷഹ്റുല്ലാഹിൽ മുഹറം, റമളാൻ കഴിഞ്ഞാൽ നോമ്പ് നോക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ മാസം പരിശുദ്ധ മുഹറം മാസമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ, അഫ്ളലുൽ ഹിജ്റതി അൻ തഹ്ജുറ മാ കരിഹ റബ്ബുക്, സർവത്യാഗങ്ങളും സഹിച്ചുകൊണ്ട് എല്ലാം വെടിഞ്ഞുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ ജാഹിലിയ കാലഘട്ടത്തിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഖുറൈശികൾ പോലും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത മുഹറമിൻ്റെ 10ാമത്തെ ദിവസമായ ആശുറാ ദിവസം യഹൂദികൾ, മദീനക്കാരായ യഹൂദികൾ നോമ്പനുഷ്ഠിക്കുന്നത് കണ്ടപ്പോൾ, നിങ്ങളെക്കാൾ ആശുറാ ദിവസം നോമ്പനുഷ്ഠിക്കാൻ ഞങ്ങളാണ് അർഹർ, അതിന് ബഹുമാനവും ആദരവും നൽകേണ്ടവർ ഞങ്ങളാണെന്ന് അവരെ പഠിപ്പിക്കുകയും, ലഇം ബഖീതു ഇലാ ഖാബിരിൻ ലഅസൂമന്ന താസഅ, ഞാൻ അടുത്ത വർഷം ബാക്കിയുണ്ടെങ്കിൽ ആശൂറാഇൻ്റെ ദിവസത്തോടൊപ്പം മുഹറമിൻ്റെ 9ാമത്തെ ദിവസമായ താസുആ ദിവസം നോമ്പനുഷ്ഠിക്കുമെന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുയായികൾക്ക് ഉപദേശം നൽകി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശൂറാഇൻ്റെ ദിവസത്തിൻ്റെ നോമ്പിന് വളരെയേറെ പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞത്, മാ റഅയ്തു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം യതഹറാ സിയാമ യൗമിൻ ഫളലഹു വലാ ഗൈരിഹി ഇല്ലാ ഹാദൽ യൗമു ആശൂറാ, മറ്റുള്ള നോമ്പുകളെക്കാളും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹറമിൻ്റെ 10ാമത്തെ ദിവസമായ ആശൂറാ ദിവസത്തിൻ്റെ നോമ്പിന് പ്രത്യേകത നൽകിയിട്ടുണ്ട്. ഇത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ മുഹറമിൻ്റെ 9ാമത്തെ ദിവസവും 10ാമത്തെ ദിവസവും 11ാമത്തെ ദിവസവും നോമ്പ് നോക്കൽ സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ 9ാമത്തെ ദിവസം നോമ്പ് നോൽക്കാൻ സാധിച്ചില്ലെങ്കിൽ 10ഉം 11ാമത്തെ ദിവസങ്ങളിൽ നോമ്പ് നോക്കൽ ശക്തിയേറിയ സുന്നത്താണെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്ര നല്ല സമയങ്ങളും നല്ല ദിവസങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നയിക്കാൻ നാം സന്നദ്ധരാകണം.
എങ്കിലേ നമ്മുടെ ഇഹപര വിജയം നമുക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. അതാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഓരോ രാത്രികളും പകലും, ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കൊല്ലങ്ങളും നമ്മിൽ നിന്ന് മാറി മാറി പോകുമ്പോൾ അതിലെല്ലാം ലആയാതിൻ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്നവർക്ക് പാഠമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോ കൊല്ലങ്ങൾ വരുമ്പോൾ നമ്മുടെ ആയുസ് തീർന്നു പോകുന്നു. ഇദസ്ഫറ ലൗനുൽ മർഇ വബിയല്ല ശഅറുഹു തനഗാസ മിൻ അയ്യാമിഹി മുസ്തതാബുഹാ. ഓരോ മനുഷ്യൻ്റെ കറുത്ത മുടി വെളുക്കുമ്പോൾ അത് അവൻ്റെ നല്ല ദിവസങ്ങൾ തീർന്നുപോയി എന്നതിന് തെളിവാണ്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്. 5 കാര്യം വരുന്നതിന് മുമ്പ് 5 കാര്യം നീ ഉപയോഗപ്പെടുത്തണം. അതിൽപ്പെട്ടതാണ് സിഹ്ഹതക ഖബ്ല സഖമിക്. നിനക്ക് രോഗം വരുന്നതിന് മുമ്പ് നിൻ്റെ ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തണം. വഗിനാക ഖബ്ല ഫഖ്രിക്. നിനക്ക് ഫഖീർ തരം വരുന്നതിന് മുമ്പ് നിൻ്റെ ഐശ്വര്യതയെ ഉപയോഗപ്പെടുത്തണം. വശബാബക ഖബ്ല ഹറമിക്. നിനക്ക് വയസ്സാകുന്നതിന് മുമ്പ് നിൻ്റെ യുവത്വത്തെ ഉപയോഗപ്പെടുത്തണമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. ഇദസ്ഫറ ലൗനുൽ മർഇ വബിയല്ല ശഅറുഹു തനഗാസ മിൻ അയ്യാമിഹി മുസ്തതാബുഹാ. ഒരു മനുഷ്യൻ്റെ കറുത്ത മുടി വെളുക്കുമ്പോൾ അവൻ്റെ നല്ല ദിവസങ്ങൾ തീർന്നുപോയി എന്നതിന് അടയാളമാണ്. അതുകൊണ്ട് തന്നെ ഫദഅൻക സൗവാതിൽ ഉമൂരി ഫഇന്നഹാ ഹറാമുൻ അലാ നഫ്സി തഖിയ്യിത്തിഖാബുഹാ. ഇനി വരുന്ന കാലങ്ങളിൽ എല്ലാ വേണ്ടാത്തരങ്ങളിൽ നിന്ന് വെടിഞ്ഞുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ തയ്യാറായാൽ നാം വിജയികളാണ്. നാം അള്ളാഹുവിൻ്റെ മാസങ്ങളെയും ദിവസങ്ങളെയും ആദരിച്ചവരിൽ പെട്ടവരാകും. അത്തരം ആൾക്കാരിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്യുകയും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾ എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും അതനുസരിച്ച് ജീവിക്കാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാവട്ടെ. ഈ മഹത്തായ മജ്ലിസിൻ്റെ ഗ്രൂപ്പിന് വേണ്ടി പ്രവർത്തിക്കുകയും ഇതിൻ്റെ അഡ്മിനുകളായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സർവ്വ മെമ്പർമാർക്കും അല്ലാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ചൊരിയുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് പാവപ്പെട്ട എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടുകൂടി എൻ്റെ വാക്കിന് വിരാമം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അർശും കുർസും കണ്ട നബി, അധിക മനോഹര ത്വാഹ നബി, അജബിലും അജബൻ മുത്ത് നബി. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഗൈറുല്ലാഹ്, നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആദി പിതാവിൻ സൽബഗമിൽ ആദിമനൂറൊളിവായവരെ
ആകെ ജഗത്തിലെ നായകരെ ആലം കാത്ത മഹാമതിയെ ആദിപിതാവിൻ സൽബകമിൽ ആദിമനൂറൊളിവായവരെ ആകെ ജഗത്തിലെ നായകരെ ആലം കാത്ത മഹാമതിയെ അഷ്റഫ് ഖൽഖ് പ്രവാചകരെ അജ്മൽ യാസീൻ സയ്യിദരെ അഷ്റഫ് ഖൽഖ് പ്രവാചകരെ അജ്മൽ യാസീൻ സയ്യിദരെ അക്മൽ ഖുലുഖിനുടയവരെ അഹ്മദ് നബിയെ തിരുമലരെ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഖൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി